ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാനിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ബിനാൻസിലുള്ള 24 ഹവേഴ്സിലുള്ള ഗെയിനേഴ്സിനെ ഫോക്കസ് ചെയ്ത് അതിൽ നിന്നൊരു 10% മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് മോഡലാണ്. ഈ ട്രേഡിംഗ് മോഡൽ സക്സസ് ആവുകയാണെങ്കിൽ, ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാപിറ്റൽ ആഡ് ചെയ്ത് അത് ഓക്കെ ആവുകയാണെങ്കിൽ, മാത്രമല്ല നമ്മൾ മുന്നേ സംസാരിച്ച പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ, നമ്മുടെ ടാർഗറ്റ് മെമ്പേഴ്സിൻ്റെ നമ്പർ കൂടെ മാച്ച് ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യും. വീഡിയോ സഹിതം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എങ്ങനെയാണ് ട്രേഡ് എൻ്റർ ചെയ്യേണ്ടത്, എപ്പോഴാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്, എന്തായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നല്ലൊരു വീഡിയോ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ടെലഗ്രാം ചാനലിൽ ടൈം ടു ടൈം അപ്ഡേറ്റ് നൽകുന്നതാണ്. നിലവിൽ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് പബ്ലിഷ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിലവിൽ നിങ്ങൾക്കറിയാലോ, ഇത് ഒക്ടോബർ ആണ്. ഒക്ടോബർ എന്ന് പറയുന്നത് ക്രിപ്റ്റോ വേൾഡിൽ ഒക്ടോബർ എന്നാണ് പറയാറ് തന്നെ. അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മോസ്റ്റ്ലി ഗ്രീൻ സൈഡ്, അപ്പ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഒരുവിധം ഏത് സ്ട്രാറ്റജിയും സക്സസ് ആവും. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി മോസ്റ്റ് ഓഫ് ദ കേസ് അറ്റ്ലീസ്റ്റ് 80% എങ്കിലും സക്സസ് റേറ്റ് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ സ്ട്രാറ്റജി ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഇതുവരെയുള്ളൊരു സെനാരിയോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ട്രേഡുകളിൽ നിന്നും തന്നെ സക്സസ് ആയി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈം ഡ്യൂറേഷനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ സ്ട്രാറ്റജി സക്സസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ നമ്പർ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെയും കൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നമ്പർ ആവുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കാൻ കാരണം നമ്മളൊരു എഫേർട്ട് എടുത്ത് നമ്മുടെ ഒരു ട്രേഡിംഗ് കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 50 പേരെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റണം എന്നൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ കോഴ്സിന് വേണ്ടി നമ്മളൊരു അഡീഷണൽ ഫീയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മീഷൻ ബേസ്ഡോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡോ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ചാർജുകളും നമ്മൾ ഈടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു പോകാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ക്യാപിറ്റലിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ റിസ്കിനെ കുറിച്ചും റിവാർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് പോകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50 മെമ്പേഴ്സെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുന്ന എഫേർട്സിന് ഒരു റിവാർഡ് എന്ന രൂപത്തിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി രണ്ടാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ടെലഗ്രാമിലുള്ള ഒരു മിനി മൈനിങ് പ്രൊജക്റ്റ് ആയിട്ടുള്ള വേർച്ചസ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഈ പ്രൊജക്റ്റിൽ നമ്മൾ മുന്നേ മുതൽ മൈൻ ചെയ്ത് പോരുന്നുണ്ട്. ഈ നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റിനെ എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർ അടുത്ത വീക്ക് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന പുതിയൊരു അപ്ഡേറ്റിൻ്റെ ബേസിലാണ്. കാരണം നിലവിൽ വേർട്ടസ് ടോക്കൺ നമുക്ക് ആപ്പിൽ കാണാൻ കഴിയുന്ന ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിരുന്നു. എന്നാൽ നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഈ പോയിന്റുകൾ സെല്ല് ചെയ്യാൻ വെക്കാൻ പറ്റുന്നതാണ്. ആപ്പ് ടു ആപ്പ്, മിനി ആപ്പ് ടു മിനി ആപ്പ്, വേർച്ചസ് അക്കൗണ്ട് ടു വേർച്ചസ് അക്കൗണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ഈ വേർച്ചസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു വാലറ്റാണ്, ഒരു മോഡേൺ വാലറ്റാണ്. അപ്പോൾ വാലറ്റിൻ്റെ ഇൻ്റർഫേസിലും അവർ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയുന്നത്. വേർച്ചസ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിൽ ആരെങ്കിലും മൈനിങ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക് തുറന്ന് നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഈ സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ മിഷനിൽ ഒരുപാട് മിഷനുകൾ കാണാൻ കഴിയും. ഈ മിഷനിൽ ഓരോ മിഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാക്സിമം വേർച്ചസ് പോയിന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതുപോലെ ഡെയിലി സ്റ്റീക്ക് ഉണ്ട്, അതിനും നമുക്ക് റിവാർഡ് ലഭിക്കും. ഇങ്ങനെ ഓരോ റിവാർഡും നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു.
ഈ ഗ്യാസ് ഫീ എന്ന് പറയുന്ന സെക്ഷനിൽ കാര്യമായിട്ടൊന്നുമില്ല. അത് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവർ. ഈ അപ്ഗ്രേഡിൽ വരികയാണെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പ്, അതേപോലെ സേഫ് ഡെപ്പോസിറ്റ്, സിറ്റി എന്ന് പറയുന്ന 3 കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അത് നമുക്ക് കുറച്ച് കോയിൻ ആയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല അപ്ഗ്രേഡിന് അടുത്തുള്ള കാർഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാർഡ്സ് കാണാൻ കഴിയും. ഇതിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനാകും. ഇവിടെ എക്കണോമി എന്ന് പറയുന്ന, മിലിറ്ററി എന്ന് പറയുന്ന, സയൻസ് എന്ന് പറയുന്ന ഓരോ ഹെഡിലായി ഡിഫറെൻറ്റ് കാർഡ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പെർ ഹവർ ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. ഈ കൺട്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ലീഡർ ബോർഡ് കാണാനും അതേപോലെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ മുകളിലുള്ള ഈ ടൗണിൻ്റെ സൈഡിലായിട്ടുള്ള 2 ആരോകളിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കോംബോയുടെ ഒരു സെക്ഷനാണ് ലഭിക്കുന്നത്. ഈ സെക്ഷനിൽ നിന്നും നമുക്ക് ഡെയിലി കോംബോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഡീഷണൽ ആയിട്ടുള്ള വേർച്വസ് ടോക്കൺ കളക്ട് ചെയ്യാനാകുന്നതാണ്. ഇന്നത്തെ ടോക്കൺ ഇവിടെയുണ്ട്. മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇനി മുതൽ വേർച്വസിൻ്റെ ഡെയിലി കോംബോ ഡെയിലി അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യാനാകുന്നതാണ്. ഇനി റൈറ്റ് സൈഡിലേക്കുള്ളത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്ന ഒരു സ്പേസ് കൂടെ കാണാൻ കഴിയും. ഈ സ്പേസിൽ നിന്നും നമുക്ക് അഡീഷണൽ ഇൻകം പെർ ഹവർ വെച്ച് ലഭിക്കുന്നതാണ്. മാത്രമല്ല വേർച്വസിൻ്റെ മെയിൻ മെനുവിലുള്ള ഈ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്ന, ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇവിടെയാണ് നമുക്ക് വാലറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാലറ്റിൻ്റെ ഇൻ്റർഫേസും നെക്സ്റ്റ് വീക്ക് മുതൽ അപ്ഗ്രേഡ് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയൊരു പോയിൻ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും നമുക്ക് അഡീഷണൽ വേർച്വസ് ടോക്കൺ ലഭിക്കും. അതൊക്കെ നമുക്ക് ഈ സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് മിഷനിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ടാസ്ക് ഉള്ളത് എന്ന് കാണാൻ കഴിയും. ഇതിലേതെങ്കിലും സെക്ഷനിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് എടുക്കുകയും ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇവിടെയുള്ള ഈ ആഡ്സ്ഗ്രാം എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ 5 മിനിറ്റിലും നമുക്ക് ഓരോ ആഡ് കാണാൻ കഴിയും. ഒരു ദിവസം നമുക്ക് 20 ആഡ്സാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 20 ആഡ്സ് കാണുകയാണെങ്കിൽ തന്നെ ഒരു ആഡ്സിന് 4 വേർച്ചസ് വെച്ച് ഒരു ദിവസം തന്നെ നമുക്ക് 80 വേർച്ചസ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയൊക്കെയാണ് വേർച്ചസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഡെയിലി കോംബോ ഇനി മുതൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ആരെങ്കിലും ചാനൽ കയറാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ചാനൽ കയറുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.